ഫുക്രയിലേക്ക് സ്വാഗതം. 2020 ലോകകപ്പിൻ്റെ ആദ്യ സെമി ഫൈനൽ കഴിഞ്ഞു. ന്യൂസിലാൻഡ് ഫൈനലിലെത്തി. ദക്ഷിണാഫ്രിക്കയാണ് തോൽപ്പിച്ചത്. 9 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. അതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ ആ തോൽപ്പിച്ച വിധമുണ്ടല്ലോ, തോൽപ്പിച്ച രീതി ഉണ്ടല്ലോ, അത് ആർക്കും സഹിക്കാനാകാത്ത ഒന്നാണ്. അതുപോലെ അടിച്ച് നിലം പരിശാക്കിക്കൊണ്ടാണ് ന്യൂസിലാൻഡ് ദക്ഷിണാഫ്രിക്കയെ മറികടന്നത്. 170 റണ്ണിൻ്റെ സാമാന്യം നല്ല ടോട്ടൽ വിജയലക്ഷ്യമായി മുന്നിൽ വെച്ച ദക്ഷിണാഫ്രിക്ക ഒരിക്കലും അർഹിക്കാത്ത വിധമുള്ള അടിയാണ് ന്യൂസിലാൻഡുകാർ അടിച്ചത്. ഈ 170 റണ്ണിൻ്റെ വിജയലക്ഷ്യം വെറും 12.1 ഓവറിൽ മറികടന്നു ന്യൂസിലാൻഡ്. അവരുടെ ഓപ്പണർമാർ ടിം സെയ്ഫർട്ടും ഫിൻ അലനും 9.1 ഓവറിൽ 117 റണ്ണാണ് അടിച്ചു കൂട്ടിയത്. പരസ്യമായ കൊലപാതകമാണ് നടന്നത് എന്ന് പറയേണ്ടി വരും. അതിൽ ഫിൻ അലൻ വെറും 33 പന്തിൽ സെഞ്ചുറി അടിച്ചു, 100 റണ്ണുമായി പുറത്താകാതെ നിന്നു. ഇനി സെയ്ഫർട്ടാണെങ്കിൽ അത്ര തന്നെ പന്തിൽ 33 പന്തിൽ 58 റൺ എടുത്തു. ഈ രീതിയിലുള്ള അടിയാണ് ഇന്നലെ നടന്നത്. സിക്സറുകളും ഫോറുകളും തലങ്ങും വിലങ്ങും പാഞ്ഞു. ദക്ഷിണാഫ്രിക്കയുടെ ആര് പന്തെറിഞ്ഞാലും അടിയാണ്. ആര് പന്തെറിഞ്ഞാലും, റബാദ് ആയിക്കോട്ടെ, എൻഗിഡി ആയിക്കോട്ടെ, മാർക്കോ യാൻസൺ ആയിക്കോട്ടെ, കോർബിൻ ബോഷ് ആയിക്കോട്ടെ, കേശവ് മഹാരാജ ആയിക്കോട്ടെ, ആര് ഇന്ന ആളെന്നില്ല, എല്ലാവർക്കും അടിയായിരുന്നു. അടിയുടെ പൊടി പൂരമായിരുന്നു. സമീപകാലത്തൊന്നും ഇങ്ങനെ ഒരു അടി നമ്മൾ 2020 ക്രിക്കറ്റിൽ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് ഈ 2020 വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടിട്ടില്ല. കണ്ടു എന്ന് പറയാവുന്ന ചില ഘട്ടങ്ങളുണ്ടായിരുന്നു. അത് പിന്നെ സിംബാബ്വേക്കെതിരെ ഇന്ത്യ കളിച്ചത്, വെസ്റ്റ് ഇൻഡീസിനെതിരെ ദക്ഷിണാഫ്രിക്ക തന്നെ കളിച്ചത് ഒക്കെ ആയിരുന്നു. പക്ഷെ അതൊന്നും ഇങ്ങനെ ഒരു നിർണായക കളിയിൽ, സെമി ഫൈനൽ പോലെ ഒരു കളിയിൽ 170 റണ്ണിൻ്റെ വിജയലക്ഷ്യം എന്ന് പറയുന്നത് നല്ല ടോട്ടലായിരുന്നു. അത് വെറും 12.1 ഓവറിൽ അടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ, എന്നിട്ട് ഫൈനലിലേക്ക് പോകുന്ന ഒരു ടീമിനെ ആലോചിച്ച് നോക്കൂ. അതും ആരെയാണ് തോൽപ്പിച്ചത്? ഈ ടൂർണമെൻറ്റിൽ 1-ാം നമ്പർ ടീമായ ദക്ഷിണാഫ്രിക്കയെ. ഈ ടൂർണമെൻറ്റിൽ ചാമ്പ്യന്മാരാകുമെന്ന് സകലരും കരുതിയിരുന്ന ദക്ഷിണാഫ്രിക്കയെയാണ് 47 പന്ത് ബാക്കി നിൽക്കുമ്പോൾ ന്യൂസിലാൻഡ് തോൽപ്പിച്ചത്. 47 പന്ത് ബാക്കി നിൽക്കുക എന്ന് പറഞ്ഞാൽ 200 റൺ ടോട്ടൽ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ ദക്ഷിണാഫ്രിക്ക രക്ഷപ്പെടുമായിരുന്നില്ല. ചുരുങ്ങിയത് 260, 270 ഒക്കെ ഉണ്ടായിരുന്നെങ്കിലേ അവർ രക്ഷപ്പെടുമായിരുന്നു. ഇത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ പറയേണ്ടി വരും നമുക്ക്. അതാണ് സാഹചര്യം. ഇങ്ങനെ ഒരു ടീമിനും ഇങ്ങനെ ഒരു ദിവസം വളരെ അപൂർവമായിട്ട് അവരുടെ ക്രിക്കറ്റ് കരിയറിൽ ഉണ്ടാകാറുള്ളൂ. ക്രിക്കറ്റ് ജീവിതത്തിൽ തന്നെ കളിക്കാർക്ക് അങ്ങനെ ഉണ്ടാകാറുള്ളൂ. എന്ത് ചെയ്താലും കുഴപ്പമാകുന്ന ഒരു ദിവസം അതായിരുന്നു ഇന്നലെ ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം. ആര് പന്തെറിഞ്ഞാലും, എന്ത് ചെയ്താലും, എന്ത് തീരുമാനമെടുത്താലും പഴയ്ക്കുന്ന രീതിയിലുള്ള ബാറ്റിംഗ് ആയിരുന്നു ന്യൂസിലാൻഡിൻ്റെ ഓപ്പണർമാർ കാഴ്ചവെച്ചത്. ഇനി ദക്ഷിണാഫ്രിക്ക ആദ്യം ബാറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലോ, ആ സമയത്ത് ടോസ് ന്യൂസിലാൻഡിനാണ് കിട്ടിയ. ന്യൂസിലാൻഡ് ദക്ഷിണാഫ്രിക്കയെ ബാറ്റിങ്ങിന് വിടുന്നു. ആദ്യത്തെ ഓവറുകളിൽ തന്നെ ദക്ഷിണാഫ്രിക്ക യഥാർത്ഥത്തിൽ വീണു പോയിരുന്നു ആ കളിയിൽ. അവരുടെ ഓപ്പണർമാരായ ക്യാപ്റ്റൻ എയ്ഡൻ മർക്രവും ഡീകോക്കും ചേർന്നിട്ടാണ് തുടക്കം. പക്ഷേ എയ്ഡൻ മർക്രം ഈ ലോകകപ്പിൽ അപാര ഫോമിലായിരുന്നു ഈ കളിക്ക് ഇറങ്ങുമ്പോൾ. പക്ഷേ അദ്ദേഹത്തിന് വളരെ മെല്ലെ പോകാൻ പറ്റുള്ളൂ. കാരണം കിൻഡൻ ഡീകോക്കും റിയാൻ റിക്കൽട്ടനും ആദ്യ കുറച്ച് റണ്ണുകൾ, വളരെ കുറച്ച് വിരലെണ്ണാവുന്ന റണ്ണ് എടുക്കുമ്പോഴേക്ക് തന്നെ കൂടാരം കയറിയിരുന്നു. അതാണ് അവസ്ഥ. പിന്നെ മർക്രത്തിന് പതുക്കെ കളിക്കേണ്ടി വന്നു. പിന്നെ വരുന്ന ബ്രെവിസ് കുറച്ച് നേരം കളിച്ചു. പക്ഷേ 10, 30, 14 റണ്ണ് അടിക്കുമ്പോഴേക്ക് തന്നെ ബ്രെവിസും പോയി, മർക്കറും പോയി. അതിനിടയിൽ ഏതാണ്ട് എല്ലാവരും കൂടി 77 റണ്ണിന് 6 വിക്കറ്റ് നഷ്ടപ്പെട്ട നിലയിലായി ദക്ഷിണാഫ്രിക്ക. കളി അവിടെ തോറ്റതാണ് യഥാർത്ഥത്തിൽ ദക്ഷിണാഫ്രിക്ക. പക്ഷേ പിന്നീട് ട്രിസ്റ്റൻ സ്റ്റെപ്സും മാർക്കോ യാൻസനും, അവരുടെ ഓൾറൗണ്ടറായ മാർക്കോ യാൻസനും ചേർന്നിട്ട് ഏതാണ്ട് 10-73 റണ്ണ് അടിച്ചെടുക്കുന്നു. അങ്ങനെയാണ് അവർ മാന്യമായ സ്കോറിലേക്ക് എത്തുന്നത്. 55 റൺ അടിച്ചു മാർക്കോ യാൻസൺ 30 പന്തിൽ. നന്നായി കളിച്ചു. സ്റ്റെപ്സ് 29 റൺ അടിച്ചു.
അപ്പോൾ നമ്മൾ കരുതിയത് ഒരു ചാമ്പ്യൻ ടീമിനെ പോലെയാണല്ലോ ദക്ഷിണാഫ്രിക്ക കളിക്കുന്നത്, ഏത് സാഹചര്യത്തിലും തകർന്നു പോകാവുന്ന സാഹചര്യത്തിൽ പോലും അവരിങ്ങനെയാണല്ലോ കളിക്കുന്നത്, അവർ തകർപ്പനാണല്ലോ, അവർ പൊളിഞ്ഞു പോയ 77 റണ്ണിന് 5-6 വിക്കറ്റ് പോയതിന് ശേഷം അവർ 169 റണ്ണ് ടോട്ടലിലേക്ക് എത്തണമെങ്കിൽ അവരൊരു അസാമാന്യ ടീമാണല്ലോ, ഏത് പ്രതിസന്ധിയെ നേരിടാനുള്ള കളിക്കാർ അതിലുണ്ടല്ലോ എന്നൊക്കെ കരുതിയിരിക്കുമ്പോഴാണ് 169. അപ്പോൾ 170 ചേസിയിൽ ബുദ്ധിമുട്ടായിരിക്കും ഇന്ത്യയിലെ സ്ലോ പിച്ചിൽ എന്നൊക്കെയാണ് എല്ലാവരും കരുതിയത്. പക്ഷേ അലനും സൈഫോട്ടും കൂടി കളിക്കാൻ ഇറങ്ങിയതോടുകൂടി എല്ലാം വെള്ളത്തിലായി. അവർ രണ്ടുപേരും കൂടി അടിച്ച അടി എന്ന് പറയുന്നത് കണ്ടു നിൽക്കുന്നവന് പിന്നെ കാണാൻ കഴിയാത്ത വിധം, ക്ഷമിക്കാൻ പറ്റാത്ത വിധമുള്ള അടിയായിരുന്നു. അതുപോലെ അടിച്ച് തകർത്ത് കളഞ്ഞു. ദക്ഷിണാഫ്രിക്ക യഥാർത്ഥത്തിൽ വല്ലാത്തൊരു സഹതാപം തോന്നി ദക്ഷിണാഫ്രിക്കയോട്. ഒന്നും ചെയ്യാനില്ല. ക്യാപ്റ്റൻ മാർക്രമൊക്കെ തലകുലിച്ചു കൊണ്ടേയിരുന്നു. കാരണം ആരെ കൊണ്ടുവന്നാലും ആരെ കൊണ്ട് ബോൾ ചെയ്യിപ്പിച്ചാലും ഒരു നിവൃത്തിയുമില്ലാത്ത അടി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒന്നും ചെയ്യാനില്ല. ദക്ഷിണാഫ്രിക്ക ഈ ടൂർണമെൻറ്റിലെ ചാമ്പ്യന്മാരാകാൻ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന ദക്ഷിണാഫ്രിക്ക ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തായി. ന്യൂസിലാൻഡ് തല ഉയർത്തിപ്പിടിച്ച് വീരന്മാരെ പോലെ ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഇന്നിപ്പോൾ ഇന്ത്യ ഇംഗ്ലണ്ട് കളി നടക്കും, രണ്ടാം സെമി. അതിൽ ജയിക്കുന്നവരെ ന്യൂസിലാൻഡ് എങ്ങനെ നേരിടുമെന്ന് കണ്ടെന്നെ അറിയണം. ഫൈനൽ വേറൊരു ദിവസമാണ്, വേറൊരു കളിയാണ്. ആ കളി ഇപ്പോൾ ഈ കളി വെച്ചിട്ടൊന്നും അത് അളക്കാൻ പറ്റില്ല. ഒട്ടും പ്രഡിക്റ്റബിൾ അല്ല, ഇപ്പം തന്നെ പ്രഡിക്റ്റബിൾ അല്ല. പ്രഡിക്റ്റബിൾ ആയിരുന്നെങ്കിൽ ദക്ഷിണാഫ്രിക്കയ്ക്കായിരുന്നു മുൻതൂക്കം സെമിഫൈനലിൽ. പക്ഷെ അതിപ്പോൾ കണ്ടില്ലേ, അമ്മാതിരി അടിച്ച് ന്യൂസിലാൻഡ് അവർ മറികടന്നില്ലേ. അതുകൊണ്ട് തന്നെ ഫൈനലിൽ ഇത് തന്നെ നടക്കണമെന്നൊന്നുമില്ല. ന്യൂസിലാൻഡിന് ഇത് ഫോമിൽ തുടരാൻ പറ്റും എന്നൊന്നും പറയാനൊന്നും കഴിയില്ല. പിന്നെ ഫൈനൽ വേറൊരു കളിയാണ്, ബിഗ് മാച്ചാണ്, ലോകകപ്പിൻ്റെ ഫൈനലാണ്. അത് എളുപ്പമല്ല. പ്രത്യേകിച്ച് ഇന്ത്യയാണ് ഫൈനലിൽ ന്യൂസിലാൻഡിനെ നേരിടുന്നതെങ്കിൽ ഇന്ത്യയുടെ തട്ടകത്തിലാണ് കളി നടക്കുന്നത്. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് ഫൈനൽ നടക്കുക. അപ്പോൾ ഇന്ത്യ കൂടിയാണെങ്കിൽ ന്യൂസിലാൻഡിന് അത്ര എളുപ്പമൊന്നും ആയിരിക്കില്ല. ഇന്ത്യ ആണോ ഇംഗ്ലണ്ടാണോ എന്ന് ഇന്നത്തെ സെമിഫൈനലിൽ കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ആ നിലയിലുള്ള ഒരു വല്ലാത്ത ഒരു പ്രകടനമൊന്നും ചിലപ്പോൾ ന്യൂസിലാൻഡിന് ഫൈനലിൽ കാണിക്കാൻ പറ്റിയെന്ന് വരില്ല. ഫൈനലിൽ ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കും. ഇപ്പോൾ 2016 ലോകകപ്പിൽ 2015 ലോകകപ്പിൽ, ഏകദിന ലോകകപ്പിൽ ഇതേ ന്യൂസിലാൻഡ് തന്നെ ദക്ഷിണാഫ്രിക്കയെ തന്നെയാണ് സെമിഫൈനലിൽ തോൽപ്പിച്ച്. അത് ഗംഭീര കളിയായിരുന്നു. അങ്ങനെ ദക്ഷിണാഫ്രിക്ക അത്രയും ഗംഭീര ഫോമിൽ നിന്നിരുന്ന ദക്ഷിണാഫ്രിക്ക തോൽപ്പിച്ചിട്ടാണ് ന്യൂസിലാൻഡ് ഫൈനലിൽ എത്തിയത്. പക്ഷേ ഫൈനലിൽ അവർ ഓസ്ട്രേലിയയുടെ മുന്നിൽ ചൂളിപ്പോയി. ബ്രണ്ടൻ മക്കല്ലമായിരുന്നു ക്യാപ്റ്റൻ. അവർ കളിച്ച് സെമിഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിക്കുന്ന രീതി കണ്ടപ്പോൾ ഫൈനലിൽ ഓസ്ട്രേലിയ തകർത്ത് ചാമ്പ്യന്മാരാകുമെന്നാണ് കരുതിയത്. പക്ഷെ അതൊന്നും നടന്നില്ല. ഓസ്ട്രേലിയയുടെ മുന്നിൽ തീർത്തും ചെറിയ സ്കോറിന് ഔട്ടായി ഓസ്ട്രേലിയ ആ കപ്പ് എടുത്തു. മൈക്കൽ ക്ലാർക്കായിരുന്നു ക്യാപ്റ്റൻ. 2015 ഏകദിന ലോകകപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ചരിത്രം പറയുന്നത് ഇങ്ങനെ തുടർച്ചയായി അടിച്ചു വരാനൊന്നും കഴിഞ്ഞെന്ന് വരില്ല. ഫൈനലിൽ ചിലപ്പോൾ ഇതിൻ്റെ നേരെ വിപരീതമായിരിക്കും നടക്കുക. അപ്പോൾ അത് ആ രീതിയിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇംഗ്ലണ്ട് ആണെങ്കിലും നല്ല ടീമാണ് ഇംഗ്ലണ്ട്. ഈ ടൂർണമെൻറ്റിലാകെ പതുക്കെ കളി തുടങ്ങി വലിയ നിലയിലേക്ക്, മികച്ച നിലയിലേക്ക് കളിച്ചു വന്ന ഒരു ടീമാണ് ഇംഗ്ലണ്ട്. ഇനിയിപ്പോൾ അവരാണ് ഇന്നത്തെ സെമി ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ച് ഫൈനലിലെത്തുന്നതെങ്കിലും ന്യൂസിലാൻഡിന് അത്ര എളുപ്പമൊന്നും ആയിരിക്കില്ല. അപ്പോൾ ഈ കളി തന്നെ ഫൈനലിൽ നടക്കണം എന്നൊന്നുമില്ല. ന്യൂസിലാൻഡിനും അതറിയാം. ന്യൂസിലാൻഡും സാഹചര്യത്തിനനുസരിച്ചിട്ട് സ്ട്രാറ്റജിയിൽ മാറ്റം വരുത്തും, തന്ത്രങ്ങളിൽ മാറ്റം വരുത്തും. പിന്നെ ആ സാഹചര്യത്തിനനുസരിച്ചുള്ള ഒരു ഗെയിം പ്ലാൻ അവരുണ്ടാക്കും. അപ്പം എന്നാലും നമ്മളെ ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദക്ഷിണാഫ്രിക്ക ഇങ്ങനെ ഒരു പുറത്താകൽ യഥാർത്ഥത്തിൽ അർഹിച്ചിരുന്നില്ല. പക്ഷേ കളിയിൽ നമ്മൾ സ്പോർട്സ്മാൻ സ്പിരിറ്റിൻ്റെ ഭാഗമായി തന്നെ പറയേണ്ടതുണ്ട്. കളിയിൽ ജയം തോൽവിയൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. കളിയിൽ ആ ദിവസം ഒരു ടീമിനെ ജയിക്കാൻ പറ്റുള്ളൂ. ആ നിലയിൽ ന്യൂസിലാൻഡ് എക്സലൻറ്റ് ഗെയിമായിരുന്നു ന്യൂസിലാൻഡിൻ്റെ. അത് ബൗളിംഗ് ആയാലും ബാറ്റിംഗ് ആയാലും അത് പറയാതെ വയ്യ. അവരുടെ ഓൾറൗണ്ട് പെർഫോമൻസ് അത്ര ഗംഭീരമായിരുന്നു. അങ്ങനെ തന്നെയാണ് അവരെ കളി ജയിച്ചത്. അവർ വെൽ ഡിസേർവ്ഡ് ആയിരുന്നു ഇന്നലെ കളി ജയിക്കാൻ. അവർ തന്നെയായിരുന്നു കളിയിൽ മുൻതൂക്കമുള്ളവർ. അവർക്ക് തന്നെയായിരുന്നു മേധാവിത്വം, അവർക്ക് തന്നെയായിരുന്നു മേൽക്കൈ.
അപ്പോൾ ആ നിലയിലുള്ള ഒരു കളി ന്യൂസിലാൻഡ് ചാമ്പ്യൻ ടീമിൻ്റെ കളി കളിച്ചിട്ട് തന്നെയാണ് ദക്ഷിണാഫ്രിക്ക പുറത്താക്കിയത്. നമ്മൾക്ക് മാനുഷികമായ ഇമോഷൻസിൻ്റെ ഒക്കെ പുറത്ത്, വൈകാരികതയുടെ ഒക്കെ പുറത്ത് ദക്ഷിണാഫ്രിക്കയോട് സാധാരണ പറയാമെങ്കിലും ദക്ഷിണാഫ്രിക്ക ഇന്നലെ ജയിക്കേണ്ട കളി കളിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ. പക്ഷേ ആ തോറ്റൊരു രീതി കണ്ടിട്ടാണ് നമുക്ക് വേദനിച്ചത്. ദക്ഷിണാഫ്രിക്കയെ പോലെ ഒരു ടീം, അതും ഈ ടൂർണമെൻറ്റിലാകെ മികച്ച കളി കളിച്ച ഒരു ടീം ഇങ്ങനെ തോറ്റപ്പോൾ ഉള്ള ഒരു വേദന ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് പിന്നെ ന്യൂസിലാൻഡ് തന്നെയാണ് അത് അർഹിച്ചിരുന്നത്. ന്യൂസിലാൻഡ് തന്നെയാണ് അർഹിച്ച വിജയം കിട്ടുകയും ചെയ്തു. ഇനി ഫൈനലിൽ എന്തുണ്ടാവും? ഫൈനലിൽ ഇതായിരിക്കില്ല കളി, വേറൊരു കളിയാണ്, മറ്റൊരു ദിവസമാണ്. അന്നത്തെ പിച്ചിൻ്റെയും കളിക്കാരുടെയും പെർഫോമൻസിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ കളി നടക്കുക. ആ കളി ഏത് നിലയിൽ വരും എന്നത്, അതും പ്രത്യേകിച്ച് ഒരു ലോകകപ്പിൻ്റെ ഫൈനലാണ്. ആ ഫൈനൽ എന്താകും എന്ന് നമുക്ക് പെട്ടെന്നൊന്നും ഒരു ഉത്തരത്തിലെത്താൻ പറ്റില്ല. തീർച്ചയായിട്ടും ഈ കളികളുടെ ഒന്നും അടിസ്ഥാനത്തിൽ ഒരു കളിയിൽ വിലയിരുത്താനും പറ്റില്ല. അത് പുതിയൊരു കളിയാണ്. ആ കളിയിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന ടീം, ഏറ്റവും സിറ്റുവേഷൻസ്, മൊമെൻറ്റ്സ് വിൻ ചെയ്യുന്ന ടീം, അതായത് സാഹചര്യങ്ങളിലും അതാത് നിമിഷങ്ങളിലും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലും നല്ല കളി കളിക്കുന്നവർ ചാമ്പ്യന്മാരാകും. അപ്പോൾ ആ കളിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.